അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. നമ്മൾ പറയുന്നത് റംസാനിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഖുർആൻ. റമദാൻ അല്ലെങ്കിലും നമ്മളെപ്പോഴും ഓതുന്നത് തന്നെയാണ് ഖുർആൻ പാരായണത്തിൻ്റെ അതിരില്ലാത്ത ശ്രേഷ്ഠത ഹദീസിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനുമായി അടുത്ത ബന്ധമുള്ളവരെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ ഖുർആൻ പറയുമത്രേ, എൻ്റെ നാഥ, ഇവനെ നീ അണിയിക്കൂ, അപ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അണിയിക്കപ്പെടും. ഖുർആൻ വീണ്ടും ആവശ്യപ്പെടും, നാഥ വീണ്ടും അണിയിക്കൂ, അപ്പോൾ അയാൾക്ക് ആദരവിൻ്റെ വസ്ത്രം അണിയിക്കപ്പെടും. ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തൂ. വിശുദ്ധ ഖുർആൻ വീണ്ടും ആവശ്യപ്പെടും, അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളിൽ എല്ലാ അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന പദവി അവകാശപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, അവർ ആരാകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൻ്റെ ആൾക്കാരാണവർ. ഖുർആനിൻ്റെ ആൾക്കാർ അള്ളാഹുവിൻ്റെ ഉറ്റവരും ഉടയവരും തന്നെയാകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 വിഭാഗം ആളുകൾക്ക് അന്ത്യദിനത്തിൽ ഭയാനതകളോ പരലോക വിചാരണയോ നേരിടേണ്ടി വരില്ല. കസ്തൂരി നിർമ്മിതമായ മണൽക്കൂനയിൽ മറ്റ് സൃഷ്ടികളുടെ വിചാരണ കഴിയും വരെ വിശ്രമിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതാണ്. ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഖുർആൻ ഓതുന്നവനാകുന്നു. ജനങ്ങൾക്ക് തൃപ്തികരമാം വിധം ഇമാം നിൽക്കുന്നവരാണവർ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നോമ്പും ഖുർആനും പരലോകത്തിൽ മനുഷ്യന് ശുപാർശകരായി വരുന്നതാണ്. വ്രതം വന്ന് പറയും, നാഥ, ഇദ്ദേഹത്തിന് പകൽ സമയത്ത് അന്നപാനാദികൾ തടഞ്ഞു വെച്ചത് ഞാനാണ്. അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ പരിഗണിക്കണമേ. ഖുർആൻ പ്രത്യക്ഷപ്പെട്ട് പറയും, അള്ളാഹുവെ, രാത്രി നേരത്ത് ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാകുന്നു. അതുകൊണ്ട് ഈ ദാസൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ തള്ളിക്കളയരുതേ. അങ്ങനെ അവർക്ക് വേണ്ടി ഖുർആനും നോമ്പും നടത്തുന്ന ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അതുപോലെ അബീ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പരമോന്നതനായ റബ്ബ് തആല പറയുന്നു, ഖുർആൻ പാരായണവും അതുമായുള്ള ബന്ധവും തൻ്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള അവസരം ആർക്കെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അവർക്ക് ഞാൻ സമ്മാനിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് മറ്റു വചനങ്ങളിൽ നിന്നുള്ള മഹത്വം സൃഷ്ടികളെ അപേക്ഷിച്ച് അള്ളാഹുവിനുള്ള മഹത്വത്തിന് സമാനമാകുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിനും പ്രതിഫലം ഉറപ്പിക്കാവുന്നതാണ്. ആ പ്രതിഫലം 10 മടങ്ങുകളായാണ് പരിഗണിക്കപ്പെടുക. അത് പ്രത്യേകം ഓർക്കുക. അബൂ ഹുറൈറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊന്നിൽ ഖുർആൻ പഠന പാരായണത്തിനായി ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ മേൽ ശാന്തിയും സമാധാനവും വർഷിക്കപ്പെടുന്നു. റഹ്മത്ത് അവരെ പൊതിയുകയും മലക്കുകൾ വലയം ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹു തന്നെ അവരെ വാഴ്ത്തി പറയുന്നു. സഹ്ൽ ഇബ്നു മുഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്തിൽ കിരീടമണിയിക്കപ്പെടുന്നതാണ്. ആ കിരീടത്തിൻ്റെ പ്രഭ ഇഹലോകത്തിൽ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ മാറ്റുകൂടിയതായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യുകയും തദനുസൃതം ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ ജീവിതം എത്ര മഹത്തരമാണ്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. പരലോകത്തെ ഖുർആൻ അതിൻ്റെ വക്താക്കൾക്ക് ശുപാർശകനായി എത്തുന്നതാണ്. എന്തായാലും എനിക്ക് ഈ റമദാൻ മാസം എൻ്റെ പ്രിയ സഹോദരിമാരെ, കുട്ടികളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എത്രത്തോളം നിങ്ങൾക്ക് റമദാൻ എന്ന ഈ പുണ്യമാസത്തിൽ ഖുർആൻ അധികരിപ്പിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഖുർആൻ അധികരിപ്പിക്കുക. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വീട്ടിലിരുന്നു കൊണ്ട്, സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പോയിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും
അള്ളാഹു മാറ്റിത്തരും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ നന്നായി പാരായണം ചെയ്യുക. മനസ്സിൽ സന്തോഷവും സമാധാനവും നമുക്ക് റബ്ബ് തരും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, പരസ്പരം എല്ലാവരെയും സഹായിക്കുക. ഈ റമദാനിൽ നല്ലത് മാത്രം ചെയ്യാൻ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.